ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. ഈ കാണുന്നത് സാംസങ്ങിൻ്റെ ഒരു ബേസിക് മൊബൈലാണ്. M01 കോർ എന്ന് പറഞ്ഞ ഒരു മൊബൈലാണിത്. ഇത് എൻ്റെ ഫ്രണ്ട് ടച്ച് സ്ക്രീൻ പൊട്ടിപ്പോയി, ടച്ച് ചെയ്തിട്ടൊന്നും ശരിയാകുന്നില്ല, ഇനി ടച്ച് സ്ക്രീൻ മാറണമെങ്കിൽ ഈ മൊബൈലിൻ്റെ അത്രയും വില തന്നെയാവും എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച മൊബൈലാണ് കേട്ടോ. ഞാൻ ഈ മൊബൈൽ നോക്കാമെന്ന് പറഞ്ഞ് ജസ്റ്റ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് സ്കൂട്ടറിൽ എന്ത് യാത്ര ചെയ്തപ്പോൾ കയ്യിൽ നിന്ന് തെറിച്ച് വീണെന്നാണ് പറഞ്ഞ്, നിറച്ച് പൊട്ടലൊക്കെ ഉണ്ട്. ഇതിൻ്റെ താഴെയും മുകളിലും എല്ലാം പൊട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. പക്ഷേ ടച്ച് എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഞാൻ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോഴാണ് ഇതിൻ്റെ മുകളിലൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ചിട്ടുണ്ട്. അത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ല, എന്നോട് ചേർന്നായിരിക്കുന്നത്. ആ സ്ക്രീൻ പ്രൊട്ടക്ടർ പൊട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഒന്നുകിൽ ഇത് കിടക്കുമ്പോൾ കംപ്ലീറ്റ് ടച്ച് സ്ക്രീൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ സ്ക്രീൻ പ്രൊട്ടക്ടർ പൊളിഞ്ഞു പോരും. അപ്പം വിചാരിച്ച പോലെ സ്ക്രീൻ പ്രൊട്ടക്ടർ തന്നെ പൊട്ടിയിരിക്കുന്നത്. ടച്ച് സ്ക്രീനിന് പ്രശ്നമൊന്നും കാണുന്നില്ല. ഇപ്പോൾ നേരെ ആമസോണിലേക്ക് പോയിരിക്കുക. ആമസോണിൽ നിന്ന് ഇതിൻ്റെ ഈ സ്ക്രീൻ പ്രൊട്ടക്ടർ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഗാലക്സി M01 കോറിൻ്റെ H9 ക്ലിയർ സ്ക്രീൻ പ്രൊട്ടക്ടർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം 100 രൂപയേ ഉള്ളൂ, അത് മേടിച്ചേക്കാം. അപ്പം അവിടെ സ്ക്രീൻ പ്രൊട്ടക്ടർ വന്നിട്ടുണ്ട്. വന്നപ്പോൾ ഒരു കുഴപ്പം, ഇത് വന്നിരിക്കുന്നതിൻ്റെ പ്രീമിയം പാക്കിങ്ങിലൊന്നുമല്ല, ബേസ് ബോർഡിനകത്ത് പൊതിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചീപ്പ് പ്രൊഡക്റ്റ് മേടിച്ചത് അബദ്ധമായോ എന്നൊരു ഡൗട്ട്. നമ്മുടെ സ്പെക്സ് ഒക്കെ തുടങ്ങുന്ന ഒരു ക്ലോത്ത് തന്നിട്ടുണ്ട്, പിന്നെ അവരുടെ ലോഗോ ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് വെറ്റ് ഡ്രൈ എന്ന് പറഞ്ഞിട്ട് 2 ചെറിയ ക്ലോത്താണ് അതിനകത്തുള്ളത്. പിന്നെ ഈ സ്ക്രീൻ പ്രൊട്ടക്ടറും ഇതിന് അത്യാവശ്യം കട്ടി കാണുന്നുണ്ട് കേട്ടോ പിടിച്ചിട്ട്. അപ്പോൾ ഈ സൈഡിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, പ്ലീസ് പീൽ ഓഫ് ദിസ് മാസ്ക് ബിഫോർ ആപ്ലിക്കേഷൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ പ്ലീസ് പീൽ ഓഫ് ദിസ് മാസ്ക് ആഫ്റ്റർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ആ നീലനിറത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ആ സ്ക്രീനിൻ്റെ മുകളിൽ അഴുക്കൊന്നും ഉണ്ടായിരുന്നാൽ മതി. ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇത് ഒട്ടിച്ച് വരത്തില്ല. നമ്മൾ കടയിൽ പോയിട്ട് മേടിക്കുക, നമ്മൾ ഈ മൊബൈൽ ഫോണ് കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അവർ അപ്പോൾ തന്നെ ഒട്ടിച്ച് തരട്ടെന്ന് ചോദിച്ച് അവർ സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ച് തരുവേ. ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ മേടിക്കണം. ഒന്നെങ്കിൽ കടയിൽ കൊണ്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒട്ടിക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു അടഞ്ഞ മുറി മതി, അധികം കാറ്റ് അടിക്കാത്ത ഒരു മുറി വേണം. എന്നുവെച്ചാൽ ഡസ്റ്റ് ഭയങ്കരമായിട്ട് ഈ സ്ക്രീൻ പ്രൊട്ടക്ടറിൻ്റെ പശയിലേക്ക് കയറി പിടിക്കും. ഒരു AC മുറിയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ പഴയ സ്ക്രീൻ പ്രൊട്ടക്ടർ ഇപ്പോൾ ഇളക്കി കളഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പശയുണ്ട് കേട്ടോ, അതും നല്ലപോലെ ഇതിലോട്ട് ചേർന്നിരിക്കുന്നുണ്ട്. അത് നമ്മൾ നാങ്കൊണ്ട് ചുണ്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉരുണ്ട് വരത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒന്ന് വെള്ള കളർ കിടക്കുന്നുണ്ടല്ലേ, അതിപ്പോൾ ഞാൻ നാങ്കൊണ്ട് ചുണ്ടിപ്പം വന്നതാണ്. ഇനി ഞാൻ വീഡിയോക്കകത്ത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും വെട്ടത്തിൽ നമ്മൾ നല്ലപോലെ നോക്കുക ഇതിലെന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, അതിൽ നിറച്ച് ചെറുതായിട്ട് പശ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. അപ്പോൾ ഈ കാണുന്ന സാക്ഷയ്ക്കകത്ത് 2 ക്ലോത്താണ് ഉള്ളത്, ഒന്ന് ഡ്രൈയും ഒന്ന് വെറ്റുമാണ്. ഇപ്പം വെറ്റിനകത്ത് ഉള്ളത് ഡിഗ്രീസറാണുള്ളത്. ഇങ്ങനെ എന്തെങ്കിലും പശ പോലെയൊക്കെ ഉള്ള വസ്തുക്കളുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യാം. മറ്റേത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക ഡിഗ്രീസർ തുടച്ച് കളയാൻ വേണ്ടിയുള്ള വൈപ്പിംഗ് ക്ലോത്താണ് ആ ഡ്രൈക്കകത്തുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ വെറ്റിൻ്റെ ക്ലോത്ത് കീറി എടുത്തേക്കാം. പക്ഷേ അത് നേരത്തെ കാണത്തില്ല, സ്പിറ്റൊക്കെ ചേർന്നാന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മുടെ സ്ക്രീന് നല്ലപോലെ ക്ലീൻ ചെയ്യുക. സെൻറ്ററിലും മുകളിലും ഇത് ഒട്ടിക്കുന്ന സ്ഥലം ഏരിയ നന്നായിട്ട് തുടയ്ക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു കവർ അഴിച്ചു മാറ്റാൻ മറന്നുപോയി, ആ കവർ അഴിച്ചു മാറ്റിയേക്കാം. ഇതൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കവറാണെന്ന് പറഞ്ഞു കേട്ടോ, രസമുണ്ട്. 150 രൂപയുണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞ് പ്രിൻറ്റഡ് കവറ്. അപ്പോൾ ഈ എഡ്ജുകളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. ഇത് വെച്ച് നല്ലപോലെ ചേർത്ത് ക്ലീൻ ചെയ്യണം. എഡ്ജിലൊക്കെ പശ കാണും, നമ്മൾ കാണുകയില്ല. പക്ഷേ ഇത് ഒട്ടിക്കുമ്പം ഒരു എയർ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ പശ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പം നന്നായിട്ട് അതിൻ്റെ ആ സ്പീക്കറിൻ്റെ ഭാഗവും ക്യാമറയുടെ ഭാഗവും എല്ലാം ക്ലീൻ ആക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഡ്രൈ ക്ലോത്ത് എടുക്കാം. എന്നിട്ട് ഈ ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ച് നല്ലപോലെ ആ പശയും ഇതെല്ലാം ഇളകിയതെല്ലാം നമുക്കിത് തുടച്ചിങ്ങെടുക്കാം കേട്ടോ. ഇപ്പോൾ ആ വീഴ്ചയിൽ ഇതിൻ്റെ ശരിക്കുള്ള ടച്ച് സ്ക്രീനിൻ്റെ എഡ്ജുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. ഞാൻ പിടിച്ചിരിക്കുന്ന തള്ളവരലിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ പൊട്ടലുകൾ കാണാം, എഡ്ജുകൾ. പക്ഷേ അതിനൊന്നും ടച്ചിനെയൊന്നും ബാധിച്ചിട്ടില്ല. അത് ആ സ്ക്രീൻ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ.
ഏത് മൊബൈൽ ഫോൺ മേടിച്ചാലും സ്ക്രീൻ പ്രൊട്ടക്ടർ മസ്റ്റായിട്ട് നിങ്ങൾ മേടിച്ച് ഒട്ടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ കയ്യിൽ നിന്നൊന്നും താഴെ വീണാൽ മതി. ഫോണിൻ്റെ പകുതി വിലയോളം നമ്മൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഈ സ്ക്രീൻ പ്രൊട്ടക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ നഷ്ടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് പോറലൊക്കെ അകത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സ്ക്രീൻ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പോർ ചെയ്താന്ന് തോന്നുന്നു. നടുക്ക് കുറച്ച് പോറൽ കാണിക്കുന്നുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ ബബിൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഒട്ടിക്കുമ്പോൾ. എന്തായാലും നമുക്കൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് പൊളിക്കേണ്ടത് ഇതിന് മുകളിൽ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറിൻ്റെ രണ്ട് സൈഡിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നടുക്കുള്ള ഒരു ഫിലിം മാത്രമേ ഉള്ളൂ സ്ക്രീൻ പ്രൊട്ടക്ടർ എന്നുള്ളത്. അപ്പം രണ്ട് സൈഡിലുള്ള ആ ഫിലിം നമുക്ക് പൊളിച്ച് കളയണം. പൊളിച്ച് കളയുന്നത് അത് ആദ്യം നമ്പർ 1 എന്ന് എഴുതിയിട്ടുണ്ട്. പീൽ ഓഫ് ദിസ് മാസ്ക് ബിഫോർ ആപ്ലിക്കേഷൻ എന്നുള്ളത് ആദ്യം പൊളിച്ച് കളയാം. അപ്പോൾ അതിൽ 1 2 എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. കൺഫ്യൂഷൻ വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് അതിൽ 1 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1 എന്നുള്ളത് നമുക്കൊന്ന് ഇളക്കിങ് മാറ്റും. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലെയറിങ് നമ്മളങ്ങ് ഇളക്കിങ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ പശയാണ് വരുന്നത് കേട്ടോ. ആ പശയ്ക്കകത്ത് കൈകൊണ്ട് വിടുകയോ ഒന്നും ചെയ്യരുത്. ഒരു തവണ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് പറിച്ചെടുക്കരുത് കേട്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. അപ്പം പതുക്കെ ഇതിന് മുകളിലേക്ക് വെക്കുക. വെക്കുമ്പോൾ ഒരു സൈഡ് ആദ്യം വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് പതുക്കെ നീക്കി ആ എയർ ബബിൾ വെളിയിലോട്ട് കളയുന്ന രീതിയിൽ ഇങ്ങനെ വളരെ സാവധാനം ചെയ്യുക. ചെറിയൊരു എയർ ബബിൾ വല്ലതും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പോക്കാം, ഫുള്ളായിട്ട് എടുക്കരുത്. അപ്പോഴത്തേക്ക് ആ പൊടിയും കയറിയും പിടിച്ചിരിക്കും കേട്ടോ. ഇല്ലേ നമ്മൾ AC ക്കകത്ത് വല്ല ഇരിക്കണം, പൊടി പിടിക്കരുതെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്ക് ആ ഒരു ക്ലോത്ത് തന്നിട്ടുണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഒന്ന് തുടയ്ക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആ പശ അതിലേക്ക് പിടിപ്പിക്കുകയാണ് കേട്ടോ. പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തേ, വലിയ അമർത്തരുത്. ഇനി നമുക്ക് ആ രണ്ടാമത്തെ ലെയറും കൂടി പൊളിക്കാം. ഇപ്പോൾ പിടിച്ചതിൻ്റെ ഈ വെളുത്ത കളർ കാണുന്നില്ല സ്റ്റിക്കർ, അതിൽ പിടിച്ച് പൊളിക്കാനുള്ളതാണ്. അതിൽ പൊളിച്ചപ്പോൾ പണി കിട്ടി. ആ ഒരു പിടിച്ച് പൊളിക്കാനുള്ള ആ ഹാൻഡിൽ പോലത്തെ ഇത് പൊളിഞ്ഞു പോകുന്നിരിക്കുക കേട്ടോ. പിന്നെ ഈ മുകളിലത്തെ ലെയർ പ്ലാസ്റ്റിക് ലെയർ എങ്ങനെയെങ്കിലും ഇളക്കി മാറ്റണം. നല്ല കൂടിയ സ്ക്രീൻ പ്രൊട്ടക്ടറാണ് മേടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഇളകി വരത്തില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ചീപ്പ് സാധനം പണി മേടിച്ചെന്ന് തോന്നുന്നു. അതായത് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് അത് ഇളക്കിയെടുക്കാൻ നോക്കാം. ചെറിയ തിൻ ലെയറാണ്, നേരത്തെ നമ്മൾ പൊളിച്ച് മാറ്റിയില്ലേ, അതുപോലത്തെ ഒരെണ്ണം തന്നെ മുകളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, വരുന്നുണ്ട് കേട്ടോ, ബ്ലേഡ് ഉപയോഗിച്ച് വരുന്നുണ്ട്. യെസ്, പൊളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ട് പൊളിക്കാൻ ശ്രമിച്ച സ്ഥലത്തൊക്കെ ചെറിയൊരു പോറൽ വന്നിട്ടുണ്ട് സ്ക്രീൻ പ്രൊട്ടക്ടറിൽ. അങ്ങനെ പോറലൊന്നും വരാൻ സാധ്യതയില്ല കേട്ടോ. എൻ്റെ പ്രീമിയം പ്രൊട്ടക്ടർ എൻ്റെ വലിയ മൊബൈലിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ബ്ലേഡ് കൊണ്ടൊന്നും വരഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരയൊന്നും വീഴുകയില്ല, ചെറിയ പോറൽ പോലത്തെ ഒന്നും വീഴത്തില്ല കേട്ടോ. അപ്പോൾ ക്വാളിറ്റി മോശമായതുകൊണ്ടാണ് അങ്ങനെ പോറൽ വീണത്. നമുക്കിനി ഇതിപ്പം ഉണങ്ങിയതാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ എന്നാലും എടുക്കും. എന്നാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് നോക്കാം. ഇത് 1 GB റാമുള്ള ഒരു ബേസിക് മൊബൈലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ശകലം സമയം എടുക്കും ഓണായി വരുമ്പോൾ, സ്ലോ ആണ്. ഇപ്പോൾ കണ്ടില്ലേ, പുതിയ മൊബൈൽ പോലായില്ലേ, അടിപൊളി. ഇനി നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാ പാർട്ടിലും ടച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണമല്ലോ. ഇപ്പോൾ എൻ്റെ ചാനൽ തന്നെ എടുത്തേക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ വേറെയും കുറേ വീഡിയോസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ബാക്കി വീഡിയോസ് കൂടി കാണാൻ മറക്കണ്ട. എൻ്റെ വീഡിയോയ്ക്കകത്ത് ട്രാവൽ വീഡിയോസും ഉണ്ട്, ടെക്നിക്കൽ വീഡിയോസും ഉണ്ട്. ഇനി നമുക്ക് ആ ബാക്കിലത്തെ കവറ് തിരിച്ചിട്ടേക്കാം. അപ്പോൾ റെഡി ആയല്ലോ, നല്ല പുതിയ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മൊബൈൽ തിരിച്ച് ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.